بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء قال الله عز وجل قال الله عز وجل خيركم من تعلم القرآن وعلمه شفيعنا رسول الله يا خير من دفينت بالقاء يعلمه فطاب من طيبهن الكاء واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وركبرا مولاي صل وسلم دائما أبدا ഒരിക്കൽ കൂടി മൗലായ സ്വല്ലി വസല്ലം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സർവാദരണീയരും ബഹുമാന്യരുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹാനരായ കേന്ദ്ര മുശാവർ അംഗവും ഊണടക്ക മഹല്ല് ജമാഅത്തിന്റെ സംയുക്ത ജമാഅത്തിന്റെ പ്രഗത്ഭരായ ഖാദിയും പ്രമുഖ പണ്ഡിതരും അനുഗ്രഹീത പ്രഭാഷകരും നമ്മുടെ എല്ലാവരുടെയും വലിയ ആത്മീയ നേതൃത്വവും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ആദരണീയനായ പ്രിൻസിപ്പലും നൂറുകണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത മഹാനരായ ഗുരുവര്യരും നമ്മുടെ മഹത്തായ പരിപാടി ആധികാരികമായി ഔപചാരികമായി ഹ്രസ്വമാണെങ്കിലും പ്രൗഢമായ അർത്ഥഗർഭമായ ആത്മീയ ഉപദേശം നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള മഹാനരായ ഷെയ്ഖുന ബംബ്രാണ ഉസ്താദ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച നമ്മുടെ ഇവരുടെയും ആവേശവും നമ്മുടെ ഇവരുടെയും വലിയ നേതൃത്വവും കൂടിയായിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയൊരു നത്തീജയും കൂടിയായ വന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട അനീസ് കൗസരി, സമയത്തിന്റെ ദൈർഘ്യവും പേരറിയാത്ത ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കി ഞാൻ ചുരുക്കുന്നു. ഈ മഹത്തായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വലിയവരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ഏറെ പിരിശപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടി നല്ലപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കുന്ന നല്ലവരായ ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടുന്നതിനേക്കാളേറെ ഭംഗിയായി നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തെ ശഫാഅത്തിലായി സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളെ ബർക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധമായ ദീനിന്റെ വലിയ സ്ഥാപനമാകുന്ന നമ്മുടെ ഈ സ്ഥാപനത്തെ എല്ലാം കൊണ്ടും സഹായിച്ച, എല്ലാ കൊണ്ടും സഹകരിച്ച, അതുമായി നല്ല ബന്ധം വെച്ച് പുലർത്തിയ എല്ലാവരെയും അല്ലാഹു സഹായിക്കട്ടെ. 2-3 ദിവസങ്ങളിലായി പലവിധ കഴിവുകളും മാറ്റുരച്ചുകൊണ്ട് നാളെ സമുദായത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കളെ അല്ലാഹു തആല ഉഖ്റവിയായ ആലിമീങ്ങളാക്കി ഉയർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന് അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഉരുദുല്യരായ മഹാനരായ ശൈഖുന വമ്പ്രാണ ഉസ്താദ് അവറുകളുടെ സാരവത്തായ അർത്ഥഗർഭമായ പ്രൗഢമായ ഒരു ആത്മീയ ഉപദേശം കേട്ട് ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ഇരിക്കുന്ന ഈ സമയത്ത് എല്ലാത്തിനേക്കാളുപരി മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയവരായ ആൾക്കാരാണ് ഭൂരിഭാഗവും ഈ സദസ്സിൽ ഇരിക്കുന്നു എന്നതുകൊണ്ടും നീണ്ട ഒരു ഉപദേശം, ഒരു വേള്, ഒരു പ്രഭാഷണം ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അള്ളാഹുവിന്റെ ഭൂമി ലോകം കണ്ട ഏറ്റവും നല്ല മജ്‌ലിസുകളുടെ കൂട്ടത്തിൽ വിളിച്ച് എടുത്തു പറയപ്പെടേണ്ട ഈ ഒരു മജ്‌ലിസിൽ ഭൂമി ലോകത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന മലായിക്കത്തീങ്ങളാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച മുതഅല്ലിമീങ്ങളൊപ്പം കൂടാൻ ഭൂമി ലോകം കണ്ട ഏറ്റവും നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാരുടെ അനന്തരക്കാരാണെന്ന് മുത്തുനബി തങ്ങൾ ലോകത്തോട് പച്ചക്ക് പറഞ്ഞ അള്ളാഹുവിന്റെ മഹാന്മാരായ ആലിമീങ്ങളടക്കമുള്ള ഈ വലിയ സദസ്സിൽ ഒത്തുകൂടാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കരുണാവാരിധിയായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. സൗകര്യം ഒരുക്കി തന്ന സംഘാടകരെ അഭിനന്ദിക്കുന്നു. അള്ളാഹു ഹക്ക് പോലെ പറയാനും അത് ജീവിതത്തിൽ പകർത്താനും നല്ലവരുടെ ബർക്കത്തുകൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പുറം നന്നാക്കിയ റബ്ബ് നമ്മുടെ അകവും നമ്മുടെ ഖൽബും അള്ളാഹു നല്ലവരുടെ ബർക്കത്തുകൊണ്ട് നന്നാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വലിയവരായ നേതാക്കൾ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന, ഇതിനുവേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന, ഇവിടെ അധ്യാപനം നടത്തുന്ന എല്ലാവർക്കും ഒന്നരായ ശൈഖുന വമ്പ്രാണ ഉസ്താദ് അടക്കമുള്ള, ഇസ്മായിൽ മദനി ഉസ്താദ് അടക്കമുള്ള, ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ബാസ് ദാരിമി ഉസ്താദ് അടക്കമുള്ള വലിയവരായ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ നേതാക്കന്മാർ, നമുക്കേറെ പിരിശപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ, പേര് പറയുന്നില്ല, അവർക്കൊക്കെയും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആ വലിയ നേതൃത്വം, ആ തണല് ഒരുപാട് കാലം അനുഭവിക്കാനും ആസ്വദിക്കാനും അള്ളാഹു തആല ഈ ഉമ്മത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഇതിപ്പോ കടപ്പുറത്തൊക്കെ മണൽ കൊണ്ടുവന്ന രൂപത്തിലാണ് എൻ്റെ ഒരു മാനസികാവസ്ഥ. ഈ ഇരിക്കുന്ന വലിയവരായ ആലിമീങ്ങളോട്, എന്നെ പോലെ പഠിച്ച് ഏകദേശം ബൈഹാർട്ടാക്കിയിട്ടുള്ള മുത്തഅല്ലിമീങ്ങളോട് ഞാനിതിപ്പോൾ എന്തു പറയണം, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊരു കശുവിശയിലാണ്. ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഉസ്താദ് ഇരിക്കുമ്പോഴേ ഞാൻ കേട്ടതറിയാം, ഉസ്താദ് പോകുന്നില്ലേ. കാരണം ചില ആൾക്കാരുടെ ഇരുത്തം നമുക്ക് വലിയൊരു റാഹത്താണ്, ചില ആൾക്കാരുടെ നമ്മുടെ കണ്ണിൽ നിന്നിട്ട് ആ ഭാവം നമുക്ക് വലിയൊരു ധൈര്യമാണ്. അങ്ങനെയുണ്ടല്ലോ, അതവരുടെ അനിഷ്ടക്കുറവല്ല. എനിക്കേറെ വേണ്ടപ്പെട്ടവരും എന്റെ ഗുരുതുല്യരായ, ഞാൻ എന്റെ ഗുരുവിനെ പോലെ സ്നേഹിക്കുന്ന, അതിലേറെ ആദരിക്കുന്ന, എല്ലാത്തിനേക്കാളുപരി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മാത്രം അള്ളാഹു താന സ്ഥാനം കൽപ്പിച്ചിട്ടുള്ള മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ മഹിതമായ കേന്ദ്രമുഷാവർ അംഗത്തിന്റെ ഒരു അംഗവും കൂടിയായിട്ടുള്ള വന്യരായ വമ്പ്രാണ ഉസ്താദിനെ പോലെയുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ പോലെയുള്ള ഈ മുബ്തദിഈങ്ങളായ, മുബ്തദി അയിനല്ല, ഇനിയിപ്പോൾ നാളെ അക്ഷരം പഠിച്ചിട്ടാകെ ആപത്തായിട്ടുണ്ട്, മുതഅല്ലിമീങ്ങൾ എന്തു പറഞ്ഞാലും അത് കുറച്ച് ഓവറാണ്. എന്നാലും അൽഹംദുലില്ലാ ഇതിനൊരു തൗഫീഖ് അല്ലാഹു തആല അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളതിന് അർഹരല്ല, എന്നാലും അല്ലാഹു അതിന് തൗഫീഖ് തന്നല്ലോ എന്നത് വലിയൊരു കാര്യമല്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഭാവി ജീവിതം അല്ലാഹു അവന്റെ ദീനിലായി, സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലായി, പരിശുദ്ധമായ സമസ്തയുടെ ഖിദ്മത്തിലായി, ഇതുപോലെയുള്ള മഹത്തായ സ്ഥാപനത്തിനോടുള്ള നല്ല സഹകരണത്തിലായി അല്ലാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഒരുപാട് പണ്ഡിതന്മാരെ കൊണ്ട്, അതിലേറെ മുതഅല്ലിമീങ്ങളെ കൊണ്ട്, അതിലേറെ മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും ദീനിന്റെ സ്ഥാപനങ്ങളെയും ഏറെ സ്നേഹിക്കുന്ന വലിയവരായ ഉമറാക്കൾ, നേതാക്കൾ, പ്രവർത്തകന്മാരെ കൊണ്ട്, നല്ലവരായ ഉമ്മപങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു മനോഹരമായ അനുഗ്രഹീതമായ സദസ്സ്. ഇതുപോലെയുള്ളൊരു സദസ്സ് ഇനിയിപ്പോ എവിടെ കണ്ടാലും എവിടെ നോക്കിയാലും കാണില്ല, ഈ ചുറ്റുഭാഗത്ത് കാണില്ല.
ഈ സമയത്ത് ഒരു വേള പള്ളിയിൽ കയറി ഖുർആൻ ഓതുന്നുവെങ്കിൽ, അവിടെ കയറി സുന്നത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ, തസ്ബീഹ് മാല പിടിച്ച് ദിക്റോ സലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അതിനേക്കാളേറെ ശ്രേഷ്ഠമാക്കപ്പെട്ടത് ഈ മജ്ലിസാണ്. ഇത് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ ഇൽമുമായി, ദീനിന്റെ ഇൽമുമായി ശുഗലാവുക, ഇൽമുമായി ബന്ധപ്പെടുക എന്നത് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അമലാണ്. വയല് കേൾക്കുക, ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുക, ഇൽമു പഠിക്കുക എന്നത് ചെറിയ കാര്യമല്ല. നമുക്കിന്നതൊരു ഷോ ആയിട്ട് മാറി. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. കുല്ലിൽ നിന്ന് ബദലാക്കിയെങ്കിലായി. ഇന്നിപ്പോ എല്ലാം ഒരു ഷോ ആണ്, ഒരു തരം ഒരു ഡ്രാമ. പറയുമ്പോ എല്ലാവർക്കും പിടിക്കാല, എന്നാലും സാരമില്ല, വലിയ ബേജാറില്ല, അടുത്ത കൊല്ലം വിളിച്ചില്ലെങ്കിലായി. എന്നാലും എല്ലാരെ പറ്റും പറയുന്നേ അല്ല. ഇന്നിപ്പോ എല്ലാം ഒരു തരം ഒരു ഷോ. ആത്മീയത കുറഞ്ഞു, ഇഖ്ലാസ് കുറഞ്ഞു. ഇന്നിപ്പോ അറിവ് കൂടി, ഇന്നിപ്പോ ഇഖ്ലാസ് ഇല്ല. ഇൽമുണ്ട്, ഇഷ്ടം പോലെ ഇൽമുണ്ട്, ഇൽമു പറയാൻ ആളുണ്ട്, ഇൽമുള്ളവരുണ്ട്. മിഞ്ഞാന്നുണ്ട് ഒരു ചങ്ങായി കാർ ഇങ്ങനെ കഴുകുന്നു, വാഷ് ചെയ്യുന്നു. അന്നേരത്തുണ്ട് അയാൾ വാഷ് ചെയ്യുന്ന നേരത്ത് കേരളം കണ്ട അനുഗ്രഹീതനായ ഒരു വലിയൊരു പണ്ഡിതന്റെ വയലിന്റെ സീഡി ഇട്ടിട്ടാണ് കാറ് കഴുകുന്നത്. ഞാൻ വിചാരിച്ചു ഇയാൾ അതും അങ്ങനെ അത്ര കണ്ട അതിൽ ലയിച്ചു പോയ ആളായിരിക്കും. ഇൽമ ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ദഡ് കെട്ടിയ മനുഷ്യന്മാർ, അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഞാൻ നേരെ പോയാളോ പോയിട്ട് കേട്ട് കാറ് ഭയങ്കര വയലെല്ലാം വെച്ചിട്ട് കാർ കഴുകുന്നല്ല, അത് ഉസ്താദ് ഒരു ടൈം പാസ്. ഒട്ടാരിയാൾക്ക് കഴുകുമ്പോ വച്ചാതിരിക്കാൻ വേണ്ടി വെച്ചിന്. ഗുരുകിരന്റെ ഈ പാട്ട് പോലെ, ഓന്റെ യേശുദാസിന്റെ ഗാനമേള പോലെ അതാണിപ്പോ. അതിന്റെ ഒന്നാമത്തെ കാരണം കേൾക്കുന്നയാളല്ല, പറയുന്നവന്റെ ഇഖ്ലാസും അതിന് മാനദണ്ഡമാണ്. അല്ലാഹു തആല മുഖ്ലിസീങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ മുഖ്ലിസീങ്ങളാക്കട്ടെ. നല്ലവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ ആമിലീങ്ങളായ ആലിമീങ്ങളാക്കട്ടെ. ബഹുമാനികളെ, എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ സദസ്സ്, എല്ലാം കൊണ്ടും ഈ മുത്തഅല്ലിമീങ്ങൾ ഇരിക്കുന്ന ഈ മജ്ലിസ് എന്ന് പറയുമ്പോ, വലിയവരായ ആലിമീങ്ങളുള്ള ഈ മജ്ലിസ് എന്ന് പറയുമ്പോ, ഇൽമു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മജ്ലിസ് എന്ന് പറയുമ്പോ, അത് അല്ലാഹുവിന്റെ ഭൂമി ലോകത്തുള്ള ഏറ്റവും വലിയൊരു മജ്ലിസാണ്. അതുപോലെയുള്ള ഒരു മജ്ലിസ് വേറെയില്ല. മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർറ ബി മസ്ജിദിഹി, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, സ്വഹീഹായ ഹദീസാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഒരവസരം ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ അതാ രണ്ട് മജ്ലിസ് കണ്ടു. ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ദിക്റിലാണ്, അള്ളാന്റെ ഫിക്റിലാണ്, പ്രാർത്ഥനയിലാണ്, ഭയങ്കരമായിട്ട് ദിക്ർ ചൊല്ലുന്നു. ഒരു കൂട്ടം സഹാബികൾ ഒരു സൈഡിൽ ഇരുന്നിട്ട് കിതാബ് ഓതുന്നു, അതല്ലെങ്കിൽ ദീനി ചർച്ച ചെയ്യുന്നു, ഇൽമു പഠിക്കുന്നു. മനസ്സിലാവുന്നില്ല? മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടക്കുന്ന നേരത്ത് നബി തങ്ങളുടെ സഹാബത്ത് രണ്ട് മജ്ലിസായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു കൂട്ടർ തസ്ബീഹിലാണ്, ദിക്റിലാണ്, അവർക്ക് വേറൊരു ചിന്തയില്ല. കരഞ്ഞിയ കല്ലുമായിട്ട് അവർ അങ്ങനെ ദുആരക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ ഒരു സൈഡിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ദീന് ചർച്ച ചെയ്യുന്നു, മസ്അല ചർച്ച ചെയ്യുന്നു, ഇൽമു ചർച്ച ചെയ്യുന്നു. ഇൽമുമായി ബന്ധപ്പെട്ട ഒരു മജ്ലിസ്, ദിക്റുമായി ബന്ധപ്പെട്ട മറ്റൊരു മജ്ലിസ്. ഈ രണ്ട് മജ്ലിസിന്റെ ഇടയിലൂടെ മുസ്തഫ നബി തങ്ങൾ നടന്നു പോവുകയാണ്. എന്നിട്ട് നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, കിലാഹുമാ ബിഖൈർ, രണ്ട് മജ്ലിസും വളരെ നല്ല മജ്ലിസാണ്, രണ്ടും അല്ലാഹുക്ക് വേണ്ടപ്പെട്ട മജ്ലിസാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട മജ്ലിസാണ്. പക്ഷേ ഇൽമുമായി ബന്ധപ്പെട്ട മജ്ലിസല്ലേ, ഇൽമുമായി ബന്ധപ്പെട്ട മജ്ലിസല്ലേ. വ അമ്മാ ഹൗലായി ഫയതഅല്ലമൂനൽ ഇൽമ, ഈ കൂട്ടരില്ലേ ഇവർ അല്ലാഹുവിന്റെ ഇൽമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവിടെ ദീനാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, അവിടെ മസലകളാണ് പറയപ്പെടുന്നത്, അവിടെ നടക്കുന്ന വഅദ് ദീനിന്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് വയുഅല്ലിമൂനഹ, അവർ അവിടെ പഠിക്കുന്നു, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഫഹും മഫ്ളലൂ, അവരാണ് മറ്റുള്ള മജ്ലിസിനെ അപേക്ഷിച്ച് ദിക്റുള്ളവരെക്കാളും ഖുർആൻ ഓതുന്നവരെക്കാളും സുന്നത്ത് നമസ്കരിക്കുന്നവരെക്കാളും അല്ലാഹു തആലയുടെ നിരന്തരമായി ദുആ കൊണ്ടിരിക്കുന്ന ആ ജനങ്ങളെക്കാളും അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ ഇഷ്ടപ്പെട്ടവർ ഈ ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തപ്പെടുന്ന ഈ മജ്ലിസാണ്, ഇൽമുമായി ബന്ധപ്പെട്ട വഅദ് നടക്കുന്ന ഈ മജ്ലിസാണ്, ദീനിന്റെ കാര്യങ്ങൾ ചർവണം നടത്തപ്പെടുന്ന ഈ മജ്ലിസാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഇന്നി ബുഇത്തു മുഅല്ലിമാ, എന്നെ പറഞ്ഞേക്കപ്പെട്ടതും ഇതുപോലെ ഒരു പഠിപ്പിക്കുന്ന ഉസ്താദായിട്ടാണ്, ഒരു മുഅല്ലിമായിട്ടാണ്. ഞാനൊരു മുഅല്ലിമാണ്, ഞാനും അല്ലാഹുവിന്റെ ദീന പഠിപ്പിക്കുന്ന ഒരു അലിമാ, ഒരു മുഅല്ലിമാ, ഞാനൊരു ദാക്കിർ എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. നബി തങ്ങൾ ലോകം കണ്ട വലിയ ദാക്കിറാണ്, വലിയ
ഷാക്കിറാണ്, എല്ലാമാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഇന്നി ബുഇത്തു മുഅല്ലിമാ, ഞാനൊരു മുഅല്ലിമാണ്. അല്ലാഹു തആല പറഞ്ഞത് മുഅല്ലിമായിട്ടാണെന്ന് പറയുകയും എന്നിട്ട് ഫജലസ മാഹും, ആ കൂട്ടരോടൊപ്പം ആ മജ്ലിസിൽ ഇൽമു പറയപ്പെടുന്ന, വഅദ് പറയപ്പെടുന്ന, ദീനിന്റെ മസലകൾ ചർച്ച ചെയ്യപ്പെടുന്ന ആ അനുഗ്രഹീതമായ മജ്ലിസിൽ മുസ്തഫായ നബി തങ്ങൾ ഇരുന്നു. നബി തങ്ങൾ അവിടെ ഇരുന്നു. ചില പള്ളിയിലല്ലേ നമുക്ക് കാണാം, ഈ വെള്ളിയാഴ്ചന്റെ ഒന്ന് ജുമാ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഒരു പ്രസംഗം ഉണ്ടാവും, ഉസ്താദിന്റെ ഒരു വഅദ്, എന്തെങ്കിലും ഒരു മസലയോ ഒരു ആയത്ത് ഹദീസ് വിശദീകരിച്ചിട്ട്. ആകെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച, അതിന്റെ ഇടയിൽ ആരും ഈ സമുദായത്തൊന്നും കിട്ടുന്നില്ല. പിന്നെ കിട്ടണമെങ്കിൽ ദഫിന്റെ വാർഷിക അല്ലെങ്കിൽ കുത്തിവെത്തിന്റെ വാർഷിക വരണം. അത് പണ്ടത്തെ പോലെ ഇപ്പൊ ഇല്ലേ ഇല്ല. ദഫുണ്ട്, ദഫ് മുട്ടുന്നോറില്ല. ദഫ് ഇവിടെ ബുക്ക് സ്റ്റാളിൽ ഇഷ്ടം. ഇനി വെള്ളിയാഴ്ച ഉസ്താദ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കാമണിക്കൂറാ ഏതെങ്കിലും ഒരു ഹദീസ്, ഒരു ആയത്ത്, ഒരു തഫ്സീർ എടുത്തിട്ടെങ്കിൽ അയാൾ പറയാൻ കഴിഞ്ഞാൽ അപ്പൊ കണ്ട് ചില വലിയ സൂഫിൽ കുദൂർമാറുമായ മനുഷ്യന്മാർ സുന്നത്ത് നിസ്കരിക്കുന്നു. ഒരു 5 8 സ്പെഷ്യൽ ആകെ നിസ്കരിക്കുന്ന വെള്ളിയാഴ്ച മാത്രം, ബാക്കി ടൈമിൽ ഇല്ല. ഇയാളവിടെ വഅദ് പറയുമ്പോ അതിന്റെ ഇടയിൽ റവാത്തിബ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. അതല്ല എന്നല്ല പറയുന്നത്. അതിന്റെ ഇടയിൽ ഭയങ്കര ചില മനുഷ്യന്മാരുടെ പള്ളിന്ന് പുറത്തേക്ക് വന്നിട്ട്, പുറത്തത്തെ പള്ളി ഉണ്ടല്ലോ ഇതുപോലെ, അവിടെ വേറെ സ്പെഷ്യൽ ആയിട്ട് ഖുർആൻ ഓതും, അവിടെ വേല നടക്കുന്നുണ്ട്. സത്യത്തിൽ അതാണ് വലിയ അമല്, അതാണല്ലോ വലിയ അമല്. ആ ഇൽമ പറയപ്പെടുന്ന മജ്ലിസിൽ ഇരിക്കലാമല്. ഒന്നും പഠിച്ചില്ലെങ്കിലും സാരമില്ല, ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്നില്ലെങ്കിലും സാരമില്ല. നിങ്ങളെ മെമ്മറി പവറിന്റെ ബുദ്ധിമുട്ട് കൊണ്ടോ, അതല്ല നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളോ മനസ്സിൽ വെക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടോ, കേട്ടതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, മനപ്പാഠം വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വയല് കേട്ടാൽ മാത്രം അല്ലാഹു കേട്ടവർക്ക് 7 കറാമത്ത് കൊടുക്കുന്നു. ആർക്ക്? കേട്ടിട്ട് ഓർമ്മയിൽ നിന്നിട്ടില്ല അങ്ങനെയുള്ള മനുഷ്യൻ. പിന്നെ ഓർമ്മയിൽ നിപ്പിച്ചിട്ട് അതുപോലെ പ്രവർത്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ പറയും വേണ്ടാലോ. ഇത് മഹാന്മാർ കിതാബില് പറഞ്ഞ കേവലം ഇൽമിന്റെ മജ്ലിസിൽ വന്നിട്ട്, വഅലിന്റെ മജ്ലിസിൽ വന്നിട്ട് അവിടെ അങ്ങനെ നല്ല നിയ്യത്തോടെ വഅല് കേട്ടു, ഇൽമ കേട്ടു, പക്ഷേ കേട്ടതൊന്നും അയാളെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒന്നുകിലോ പ്രായമായതുകൊണ്ട്, അല്ലെങ്കിൽ മെമ്മറി പവർ കുറവായതുകൊണ്ട്, ഏതുമാകട്ടെ സാഹചര്യത്തിന്റെ വല്ല കാരണങ്ങളെ കൊണ്ട് അയാൾക്കത് വേണ്ടതുപോലെ ഓർമ്മയിൽ നിർത്താൻ കഴിയുന്നില്ല. പറഞ്ഞത് മുഴുവനും അയാൾക്കത് ബൈഹാർത്തല്ല, മനസ്സിൽ നിൽക്കുന്നില്ല. എന്നാലും സാരമില്ല, ഇൽമിന്റെ മജ്ലിസിൽ വന്നിട്ട് ഇരുന്നവന് മാത്രം അത് കേട്ടിട്ട് അതുപോലെ ചെയ്തവനല്ല, അയാൾക്ക് വേറെ കേവലം കേട്ടവന് വേണ്ടി മാത്രം അല്ലാഹു തആല 7 കറാമത്ത് കൊടുക്കുന്നു. ഞാനത് ഓരോന്നായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. ഈ ഇരുന്നിട്ട് കേൾക്കുക എന്നത് ചെറിയ കാര്യമല്ല. വയല് കേൾക്കുക, വയല് സംഘടിപ്പിക്കുക, ഇൽമു പറയുക എന്നത് ചെറിയ വിഷയമല്ല. അത് വലിയൊരു അമലാണ്, വലിയൊരു ഇബാദത്താണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരാ, അത് മനസ്സിലാക്കിയവരാണ് പഴയ കാലത്ത് ജീവിച്ച മുഅ്മിനീങ്ങള്, ഇന്നലകളിൽ കഴിഞ്ഞുപോയ നല്ലവരായ മുസ്ലിമീങ്ങള്. അന്നിതുപോലെ റോഡുകളില്ല, വഴിവക്കുകളിൽ വെളിച്ചങ്ങളില്ല, ലൈറ്റുകളില്ല, ഒന്നുമേ ഇല്ലാത്ത കാലമായിട്ട് പോലും ഏതെങ്കിലും ഒരു ഓണം കേറാമൂലയില് വയല് നടക്കുന്നു, പ്രസംഗം നടക്കുന്നു എന്നറിഞ്ഞാൽ പഴയ കാലത്തുള്ള ജനങ്ങൾ സുബ്ഹാനല്ലാഹ് അവർ അതാ ചൂട്ട് കത്തിച്ചിട്ട് വയല് കേൾക്കാൻ പോയിരുന്നു. അല്ലോ സേ, ഇന്നും പോന്നു സേ. എങ്ങനെ ഇന്ന് 40-50 കിലോമീറ്റർ ആളും ഓട്ടോറിക്ഷയും കാറും ബസ്സെല്ലാം പിടിച്ചിട്ട് പോകുന്നു സാർ, പോകുന്നു. പക്ഷെ അന്നത്തെ ഇന്നത്തെ നീയത്ത് ഒന്നാണോ നോക്കേണ്ടതുണ്ട്. ഞാൻ കാടടച്ച് വെടി വെക്കുന്നില്ല, എല്ലാം അങ്ങനെയാണ് എന്ന വാദം എനിക്കില്ല. അത് പറയാനും പാടില്ല, അത് പറയല് ശരിയല്ല. എന്നാലും ആ പഴയ കാലത്ത് ആ ഒരു സുന്ദരമായ ഒരു അവസ്ഥ, ആ ഒരു ഈമാനികമായ ഒരു ആവേശം, ആ ഒരു ആത്മീയമായ ഒരു ആവേശം അതിന്ന് കാണാനില്ല. അതുകൊണ്ട് തന്നെ അന്ന് കൊറോണയില്ല, പഴയ കാലത്ത് കൊറോണയില്ല, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളില്ല, പെടുന്നനെയുള്ള മരണങ്ങളില്ല. നല്ല കാലത്ത് എല്ലാം നല്ല കോലമായിരുന്നു, എല്ലാം റാഹത്തായിരുന്നു, മംഗളമായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും വന്ന കൊറോണ പോന്നില്ല. പോയാ എന്നിട്ട് പുതിയ കൊറോണ, ഹോം കൊറോണ, ഒമിക്രോൺ. അതാ അറിയാം, എന്റെ മൂത്തത് ഇത് പോന്ന മട്ടില്ല തൽക്കാലം. എന്താ ഞമനാരാന്നില്ല, പിന്നെ പോയിട്ട് എന്ത് കാര്യം?
ഞമ്മ ചേഞ്ച് ഇല്ലല്ലോ. നമുക്ക് എന്ത് ചേഞ്ചുള്ള, നമുക്ക് എന്ത് മാറ്റമുള്ള, എന്ത് മാറ്റമാവുള്ള? ഒരു മാറ്റവും ഇല്ല. പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, പക്ഷേ ആളില്ല. പള്ളിയില് മൈക്ക് ജോറ് സൗണ്ട് കൂട്ടാനും അത് സൈഡ് ഫിറ്റാക്കാനും പുതിയ മോഡൽ കൊണ്ടു വെക്കാനും മൈക്ക്. ഇപ്പൊ എല്ലാത്തിനും മൈക്ക് തന്നെ. തുപ്പിയനും അതിനെല്ലാം മൈക്ക് തന്നെ. ഹദ്ദാദിന് മൈക്ക്, ഇക്കാമത്തിന് മൈക്ക്. പള്ളിയിൽ നിസ്കരിക്കാനുള്ള ഒരു ഇമാമും ഒരു മാമും. ഞാൻ മൈക്കൊക്കെ എതിരല്ല. മൈക്ക് അങ്ങനെ എതിർക്കപ്പെടേണ്ട ഒരു വസ്തുവല്ല. അതൊക്കെ ഇമാമികൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതിലും ഖിലാഫുണ്ട്. ഇരിക്കട്ടെ, രണ്ട് പക്ഷവും നമ്മൾ ബഹുമാനിക്കാം. എന്നാലും മൈക്ക് ആവശ്യത്തിനേക്കാളേറെ നമ്മൾ അനാവശ്യം ഉപയോഗിക്കുന്നു എന്നതാണ്. ഇമാമും മാമും മാത്രമുള്ള പള്ളിന്റെ ഉള്ളിൽ എന്നിട്ടും അവിടെ മൈക്ക് ബോക്സ് ഫിറ്റാക്കിയിട്ട് സൗണ്ട് കൊടുത്തിട്ട് സ്വിച്ചിട് ഫാത്തിഹ സ്വിച്ചിട്. മൈക്കില്ലാത്ത വിഷയമില്ല. ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വൽ റഹ്മാനായ റബ്ബേ ഇടീ മൗലിദല്ല നാടായ നാട് കേൾക്കുമ്പോൾ മൈക്കിൽ എന്തിന്റെ ആവശ്യം? എന്തിനങ്ങനെ ഒരു മൈക്കിന്റെ ആവശ്യം? മറ്റുള്ളവർ എല്ലാവരും ഒരുപോലെയാണോ? പഴയ കാലമാണോ? പഴയ കാലത്ത് മുസ്ലിമീങ്ങളല്ല, മുസ്ലിമീങ്ങൾ പോലും ബാങ്ക് കേൾക്കുമ്പോ ചെരിപ്പൂരിയിട്ട് ബാങ്കിനെ ബഹുമാനിച്ചിരുന്നു. ഇന്ന് ബാങ്ക് കൊടുത്തത് മുസ്ലിമിനെ അറിഞ്ഞിട്ട്, പിന്നല്ലേ മുസ്ലിം. ഇന്നലെ ഒരുത്തി ചെല്ലിയ കണ്ടില്ലേ? ഏതോ ഒരുത്തി പ്രസംഗിച്ചല്ലോ, ഒരു പെണ്ണൊരുത്തി അല്ലേ? അവള് കൂടുതൽ അറിഞ്ഞിട്ടില്ല, അവള് കൂടുതൽ പഠിച്ചിട്ടില്ല, അവൾക്ക് ഇന്ത്യയെ അറിയില്ല, അവൾക്ക് ഈ രാജ്യത്തെ അറിയില്ല, അവൾക്ക് മതം അറിയില്ല. അവൾക്കറിയാം ഒന്ന് സമുദായത്തെ ഭിന്നിപ്പിക്കല്, ഇവിടെ അശാന്തി ഉണ്ടാക്കല്, അത് മാത്രം പഠിച്ചു വന്ന ഒരുത്തി ഇന്നലെ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറയുകയാണ്, മുസ്ലിമീങ്ങളെ പള്ളിയിൽ നിന്നിട്ട് 5 നേരവും വിളിക്കപ്പെടുന്നത് കാഫിരീങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ്. അതാണോ ബാങ്ക്? അവൾ പറഞ്ഞതാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ 5 നേരവും പള്ളിയിൽ കയറിയിട്ട് കാഫിരീങ്ങളെ കൊല്ലണോ, മുസ്ലിമീങ്ങളെ കൊല്ലണോ, മുസ്ലിമെ തററണ്ണു കൊല്ലണോ എന്ന് പറഞ്ഞിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത് എന്ന് പെണ്ണൊരുത്തി, അതാ ഒന്നും അറിയാത്ത പെണ്ണൊരുത്തി അവിടുന്ന് പ്രസംഗിച്ചോ. സത്യത്തിൽ ആ ബാങ്ക് അതാണോ? മുസ്ലിങ്ങളെ കൊല്ലാനാണോ ബാങ്കിൽ പറയണത്? ഹൈന്ദവരെ ഒതുക്കണമെന്നാണോ പറയണത്? ഒരു വേള 5 നേരം ബാങ്ക് കൊടുക്കുമ്പോ ബാങ്കിന്റെ അർത്ഥം അമുസ്ലിമീങ്ങളെ കൊല്ലണോ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോയിട്ട് ഓള അപ്പന് പോലും ഇവിടെ ബാക്കി ഉണ്ടാവല്ലേ? ബണ്ണയും പറയല്ലോ ഉറപ്പല്ലേ? അപ്പൊ അതിന്റെ അർത്ഥമല്ല എന്നത് ഓളാം നിലനിൽപ്പ് തന്നെ വിളിച്ചോതുന്നു. ബാങ്ക് എന്ന് പറഞ്ഞാൽ അതല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജഗന്നാഥനായ ജഗദീശ്വരനായ പരമേശ്വരനായ റബ്ബ്, ഈ അണ്ടകടാഹമത്വവും അടക്കി വാഴുന്ന അല്ലാഹു, അവനാണ് വലിയവൻ, അവനാണ് വലിയവൻ. അതാണ് 2 ഭാഗത്തിന്റെ അർത്ഥം. അവിടെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണല്ലോ 2 തവണയായിട്ട് പിന്നെ പറയുന്നത് ബാങ്കില്. അവിടെ എന്താ അർത്ഥം? അവിടെ എന്താ പറയണത്? അല്ലാഹു ഒരുവനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു ഞാൻ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. അവിടെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്നർത്ഥമുള്ളത്. ഏത് വാക്കിന്റെ അർത്ഥമാണത്? അതിന്റെ പുറം ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരോ, നിസ്കരിക്കാനാ വിളിച്ചത്. നിസ്കരിക്കാനാ വിളിച്ചത്. പള്ളിയിലേക്ക് വരോ, അതല്ല നിസ്കരിക്കാൻ നിങ്ങൾ റെഡിയാവണേ, നിസ്കരിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. എവിടെയാണ് ഹൈന്ദവരെ കൊല്ലണമെന്നുള്ളത്? ഹയ്യാലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരോ. എത്ര കൃത്യമാണ് ആ വാക്യങ്ങള്, ആ ബാങ്കിന്റെ വാചകങ്ങള്, എത്ര മനോഹരമാണ്, എത്ര ക്ലിയറാണ്. ഇല്ല പെണ്ണ്, അവിടെയും മുസ്ലിമീങ്ങളെ, ഹൈന്ദവരെ, മുസ്ലിമേതരരെ കൊല്ലണമെന്ന് എവിടെയും പറയുന്നില്ല. ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞിട്ട്, ഇല്ലാത്ത ദുർവ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ സംഘർഷമുണ്ടാക്കല്ല പെണ്ണ്. പറഞ്ഞിട്ട് ജനങ്ങളെ പിരികേറ്റി അവൾക്ക് അവിടെ കിടന്നുറങ്ങാ, സുഖമായിട്ട് പട്ടുമെത്തേലുറങ്ങാ. കാശ് കൊടുക്കാൻ ആളുണ്ട്, കേസുണ്ടായാൽ അത് ചെലവ് ചെയ്യാൻ ആളുണ്ട്. എന്നാൽ അവളുടെ ഈ വിദണ്ഡവാദം കേട്ടിട്ട്, ഈ പ്രചോദനക്കാരി ഭാഷണം കേട്ടിട്ട് ഇവിടെ 2 സമുദായങ്ങൾക്കിടയിൽ തർക്കങ്ങളും കളവുകളും ഉണ്ടായി.
ഉണ്ടായാൽ അതിനിവിടെ സമാധാനമാര് പറയും? നല്ലവരായ മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടതാണ്, നല്ലവരായ മുസ്ലിമീങ്ങളല്ലാത്തവരും ചിന്തിക്കേണ്ടതാണ്. ഒന്ന്. രണ്ടാമതൊരു കാര്യം പറയട്ടെ, ആ പൊട്ടച്ചി പെണ്ണിന്റെ, തീരെ അന്തോ ഇല്ലാത്ത ആ പെണ്ണിന്റെ ആ വാദത്തിന് നല്ലവരായ എല്ലാവരും പ്രതികരിച്ചു. ഡോക്ടർ സുമലത ഷെട്ടി അല്ലേ, ഹെഗഡെ എല്ലാവരും ഡോക്ടറാണ്, നല്ലോണം എഡ്യൂക്കേറ്റഡ് ആയ ഒരാളാണ്. ഈ പെണ്ണിനെ പോലെ ഒരു ബുക്ക് പോലും വായിക്കാൻ അറിയാത്ത പെണ്ണൊന്നുമല്ല. ആ പെണ്ണുങ്ങൾ ലോകത്തോട് വന്നിട്ട് പറഞ്ഞു, ആ എന്തും അറിയാത്ത, മൂക്ക് ചീന്താൻ പോലും അറിയാത്ത ആ പെണ്ണ് പറഞ്ഞ പോലല്ല ബാങ്കിന്റെ അർത്ഥം. ബാങ്ക് എന്ന് പറഞ്ഞ ഇതാണ്. ബഹുമാനപ്പെട്ട SP ദാരിമി ഉസ്താദ് പ്രതികരിച്ചു, ഷെയ്ഖ് മുഹമ്മദ് ഇർഫാനി ഫൈസി ഉസ്താദ് പ്രതികരിച്ചു, പലരും പറഞ്ഞു ബാങ്ക് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വിളിയാളമാണ്. അവിടെ എവിടെയും മറ്റുള്ളവരെ ബാങ്കിൽ നിന്നല്ല, മുസ്ലിമീങ്ങളുടെ എവിടെയും ഒരു ആചാരങ്ങളിലോ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാക്കിലോ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ 800 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാരാണ്, മുഗൾ ചക്രവർത്തിമാരാണ്. എന്താട്ടിയായിരുന്നു കഥ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ എന്താട്ടിയാനോ? പക്ഷേ പരിശുദ്ധമായ മതം അത് പറഞ്ഞിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത്, അപരനെ കുറ്റപ്പെടുത്തരുത്, അപരനെ കാണുമ്പോ പുഞ്ചിരിക്കണേ എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പ്രബോധകനായ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കലും മറ്റു മതസ്ഥരെ വേദനിപ്പിക്കുന്ന വാക്കുകളോ മറ്റോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ബാങ്ക് എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ വാചകമാണ്, സമാധാനത്തിന്റെ വിളിയാളമാണ്, ആരാധനക്കുള്ള ക്ഷണമാണ്, അല്ലാതെ പ്രചോദനകാരി വാക്യങ്ങളൊന്നുമല്ല. ഒന്ന്. രണ്ടാമത്, ബാങ്കിനെ ഞങ്ങളും കുറച്ച് ബുദ്ധിമുട്ടാക്കി, വേണ്ടടുത്തും വേണ്ടാത്തടത്തെല്ലാം മൈക്കെല്ലാം വെച്ചിട്ട് ആകെ ആൾക്കുൽത്താക്കിട്ട് വിട്ടു. ഇനി 2 പാർട്ടിന്റെ പള്ളി ഉണ്ടെങ്കിൽ ചെല്ലയും വേണ്ട, പൈപ്പോട്ടി മൈക്കിൽ അവസാനം പൈപ്പേ പൊട്ടി, അങ്ങനത്തെ സൗണ്ട് പൈപ്പോട്ടിയാക്കി. അവിടെ ബദ്ർ മൗലിദ് വെക്കുമ്പോ ഇപ്പുറത്ത് മങ്കൂസ് മൗലിദ്. എന്തിന്റെ ആവശ്യം? ഇതാർക്ക് ഈ നാടകം? ആർക്കാണ് ഈ നാടകം? പള്ളി വേണ്ട, പിന്നെ ബാങ്ക് വേണ്ടാന്നോ, മൈക്ക് വേണ്ടാന്നോ, മൈക്ക് പറ്റലാന്നോ അല്ല പറഞ്ഞത്. അനാവശ്യമായിട്ട് എന്തിനത്? പിന്നെ അത് മാത്രമല്ല, ഇനി ഇവിടെയും പറയണല്ലോ, പ്രസംഗിക്കുന്നതിന്റെ അവസ്ഥ അത്ര, ഇന്നെ വാട്സപ്പ് വെക്കണോ, ഇത്ര വാട്സപ്പ് വേണോ, പെട്ടിന്റെ 4 അട്ടി വേണോ? അല്ലെങ്കിലേ ഈ മൈക്ക് ഒരു സ്വഭാവം ഉണ്ട്, മൈക്കൊക്കെ സൗണ്ട് അറിയാണ്. ഇനി മൈക്കിന്റെ മുമ്പിൽ ഒരാൾ മുണ്ടാൻ നിന്നാൽ അയാളെ സൗണ്ടും അയാൾ അറിയാണ്ട് കൂടും. ഇപ്പൊ എന്റെ സൗണ്ട് നോക്കി, ഇപ്പൊ അത്രയെല്ലാം സൗണ്ട് ഏതായാലും ഉണ്ടാക്കുന്ന ഒരു സാധനം, അത് കണക്കിലേറെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു പള്ളിക്ക് കയറിയപ്പോ എന്റെ അനുഭവമാണത്. എന്റെ ഇക്കാമത്തും എല്ലാം ബാങ്കിൽ എന്തിന്? എന്റെ ആവശ്യം ഇക്കാമത്തെല്ലാം ബാങ്കിൽ. ഒരു ഇമാമും ഒരു മാമും ഉള്ള പള്ളിയിൽ ബോക്സ് എല്ലാം വെച്ചിട്ട് സുബൈ നേരത്ത് അർ-റഹ്മാൻ സൂറത്ത്, ആലിമ്രാൻ സൂറത്ത് അത്താത്തിന് വിളിക്കുന്നത്. അവസാനം മുക്രിക്കൊക്കെ വെച്ചാൽ ഏതൊരു മുക്രിക്ക് കാസറ്റ് വെച്ചിട്ട് പോയില്ലോ. അയാളൊരു മനുഷ്യനല്ലേ, അയാൾ നോമ്പോക്കെ മുക്കുറി നിറഞ്ഞിരുന്ന മലക്ക ആവശ്യമില്ലാത്തതാണതല്ല. ഇനിയിപ്പോ നാളെ ചർച്ച ഇയാൾ ഭയങ്കര ആയിപ്പോയല്ലേ, നാട്ടിൽ സാരമില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ എന്തെങ്കിലും അപ്രപ്രായിട്ടുണ്ടെങ്കിൽ, കുറച്ച് അധിക പ്രസംഗമായിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട ശൈഖുന ബംബ്രാണ ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ വലിയ നേതൃത്വം ഇവിടെയുണ്ട്, അവരൊക്കെ തന്നെ വിളിച്ച് ചൂണ്ടും ഇൻഷാ അല്ലാഹ്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അല്ലാഹു അത് തിരുത്താനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. പിന്നെ ഇൽമിന്റെ മജ്ലിസ് അത് വലിയൊരു എടുത്തു പറയപ്പെട്ടതിന്റെ ഒരു സദസ്സാണ്, പൂർഷ്യാകപ്പെട്ട മജ്ലിസാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് സ്വർഗ്ഗത്തിന്റെ തോപ്പാണെന്ന്. അവിടെ ഇരിക്കുന്നവർക്ക് അവിടെ അവരെ കാൽടടിയിൽ ഉള്ളതായ കല്ല് മണ്ണുകൾ പോലും അവർക്ക് പൊറുക്കലിനെ തേടപ്പെടുന്നു എന്ന് മുത്തർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിയിരിക്കുന്നവരെ സംബന്ധിച്ച, ഈ മജ്ലിസിനെ സംബന്ധിച്ച അത്തരത്തിലുള്ള ഒരു മഹത്വം, ശ്രേഷ്ഠത ഈ മജ്ലിസിന് ഉണ്ടായത് എന്തേ? അത് ഇൽമിന്റെ കാര്യമായതുകൊണ്ടാ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൽമില്ലാതെ പറ്റില്ല. ദീനിന്റെ ജീവനാടിയാണ് ഇൽമ. ഭൂമിയുടെ പെട്രോളാണ് ഇൽമ, ഈ പ്രപഞ്ചത്തിന്റെ പെട്രോളാണ് ഇൽമ. എന്നാണോ ഇൽമ ഇല്ലാണ്ടാകുന്നത്, അന്നാണ് ഈ ഭൂമി ലോകം അവസാനിക്കുന്നത്. ഷഫീഉനാ റസൂലുള്ളാഹ്, ഈ പ്രപഞ്ചത്തിന്റെ പെട്രോളാണ് ഇൽമ.
പെട്രോളാകുന്ന ഇൽമ എന്നാണോ ഇല്ലാണ്ടാന്ന്? എപ്പോഴാണോ ആ ഇൽമ കാലിയാന്നത് അന്ന് ഈ ഭൂമി കത്തും കേട്ടോ, താറുമാറാകും കേട്ടോ. അൽ ഇൽമു ഹയാത്തുദ്ദീൻ, ദീനിന്റെ നിലനിൽപ്പ് തന്നെ ഇൽമാ. ദീനിന്റെ ആചാരങ്ങൾ ഇൽമിലോട്, ദീനിന്റെ അനുഷ്ഠാനങ്ങൾ ഇൽമിലോട്. മുസ്ലിമായ മനുഷ്യന് ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും ഇൽമ വേണം. നിസ്കരിക്കാനാണെങ്കിൽ ഇൽമ വേണ്ടേ? ഉറൂസ് നടത്താനും ഇൽമ വേണ്ടേ? വേണ്ടേ? ഉറൂസ് എങ്ങനെ നടത്തിയാ പറ്റുമോ? എന്താണ് ഉറൂസ്? അത് എങ്ങനെ വേണോ? അത് എങ്ങനെ നടത്തണോ? ആരെല്ലാം വിളിക്കണോ? അതിനും വേണോ ഇൽമ? ഇൽമില്ലാതെ ഒരു കാര്യം മുസ്ലിമിനില്ല. ആദ്യ ഇൽമ, പിന്നെയാണ് ഖൗലും ഫിഅലും എല്ലാം. ആദ്യം വേണ്ടത് ഇൽമ. ആദ്യം ഉണ്ടാകണം. ഇൽമില്ലാത്തവന്റെ കാര്യങ്ങൾ അറിയാതെ, ഷർത്തുകൾ അറിയാതെ, ഫർളുകൾ അറിയാതെ, രൂപഭാവങ്ങൾ അറിയാതെ, കൈഫിയത്ത് അറിയാതെ, സൂറത്ത് അറിയാതെ, സുന്നത്ത് ഫർള് അറിയാതെ, മുബ്തിലാത്ത് അറിയാതെ ചെയ്യുന്ന ഇബാദത്ത് കബൂലല്ല. അത് നിഷ്ഫലമാണ്, അത് തള്ളപ്പെട്ട അമലാണ്. നോമ്പ് നോക്കാൻ ഇൽമ വേണോ? ഇഅ്തികാഫിരിക്കാൻ ഇൽമ വേണോ? വസ്ത്രം ഔറത്ത് മറക്കാൻ ഇൽമ വേണോ? മയ്യത്തിനെ കഫൻ ചെയ്യാൻ ഇൽമ വേണോ? നോമ്പ് തുറക്കാൻ ഇൽമ വേണം. നോമ്പ് പിടിക്കാനും ഇൽമ വേണം. മരിച്ച മയ്യത്തിന്റെ പേരിൽ ഇരിക്കുന്ന പെണ്ണ് എങ്ങനെ ഇരിക്കണമെന്നതിന് ഇൽമ വേണം. എല്ലാത്തിനും ഇൽമ വേണം. അതുകൊണ്ട് തന്നെയാണ് ദീനിന്റെ നിലനിൽപ്പ് ഇൽമിലൂടെയായത്. ഇൽമില്ലേ അന്ന് പിന്നെ ദീനില്ല, ലോകമേ ഇല്ല. ഹബീബുൽ വറാ റസൂലുള്ളാഹ്, നിങ്ങൾ നോക്കൂ, ഈ ഇൽമ ഇത്ര കണ്ട് ശ്രേഷ്ഠമായത് കൊണ്ട് തന്നെയാണ് അത് തേടിപ്പോകുന്ന, അത് പഠിക്കാൻ വേണ്ടി പുറപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്കും അത് പഠിച്ചവരായ ആലിമീങ്ങൾക്കും അല്ലാഹുവിന്റെ ലോകത്ത് എന്തോരം ശ്രേഷ്ഠതകളാണ്, സ്ഥാന ബഹുമാനങ്ങളാണ്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, എന്റെ അനന്തരക്കാരാണ് പ്രവാചകന്മാരുടെ 1.25 ലക്ഷത്തോളം വരുന്ന ലോകം കണ്ട നബിമാരുടെ അനന്തരക്കാരാണ്, പിന്നെ പിന്തുടർച്ചക്കാരാണ് അല്ലാഹുവിന്റെ ആലിമീങ്ങള്, വലിയവരായ ആലിമീങ്ങള്, ദീന് പഠിച്ച ആലിമീങ്ങള്. ആലിമ പറയുന്ന വാക്ക് അയാൾ എഴുതിയതായ അയാളെ പേനയിൽ നിന്ന് ഇറ്റി വീണ മഷിയില്ലേ, അവർ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോ, അവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവരെ പേനയിൽ നിന്നിട്ട് വന്നതായ മഷിയില്ലേ, അത് നാളെ പരലോകത്ത് ഷഹീദിന്റെ രക്തത്തിനേക്കാളേറെ ശ്രേഷ്ഠമാണ്. തൂസനു മിദാദുൽ ഉലമായി ബിദമിശ്ശുഹദാ, ആലിമിന്റെ പേനയിൽ നിന്ന് നിർഗളിച്ച മഷി. ഏതാലിമ്? മറ്റോന്റെ കുർബാത്തെണ്ണാൻ വേണ്ടിട്ട് ലേഖനം എഴുതിയ ആലിമല്ല, ശരിക്കുള്ള ആലിം. ആലിമീങ്ങൾ ആരാണെന്നൊക്കെ അത് അതൊക്കെയെല്ലാം കുറച്ച് ബോധമാണ് ഇപ്പൊ. ശരിക്കുള്ള ആലിം അയാളെ പേനയിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി, ഇമാം സുബ്കി, ഇമാം സൂരി, അങ്ങനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ പോലെയുള്ള ലോകം കണ്ട വലിയവരായ ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ ക്രോഡീകരിക്കുന്ന സമയം, അത് ശേഖരിക്കുന്ന സമയം, അത് പഠിപ്പിക്കുന്ന സമയം, അവരെ പേനയിൽ നിന്ന്, പെൻസിലിൽ നിന്ന്, സ്കെച്ചിൽ നിന്നിട്ട് വന്ന മഷിയില്ലേ, നിർഗളിച്ച മഷിയില്ലേ, നാളെ പരലോകത്ത് ഹംസത്തുൽ കറാർ തങ്ങൾ ദീനിന് വേണ്ടി പിന്നെ കൊടുത്തതായ, ദീനിന്റെ പേരിൽ ഒലിപ്പിച്ചതായ രക്തത്തിനേക്കാളേറെ, ഷഹീദിന്റെ ചോരയേക്കാളേറെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട കാര്യമാണ് ആലിമിന്റെ പേനയിൽ നിന്നിട്ട് വലിച്ചു പോയതായ മഷി. ആലിമിന്റെ പൗറൊന്ന് ആലോചിച്ചു നോക്ക്. ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. എന്തിനു പറയാ?
വേണം ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ. ഇവർക്ക് ചെലവ് കൊടുക്കുന്നവരാണല്ലോ നമ്മള്. ഇവർക്ക് വേണ്ടി ബെഞ്ചും കസേരയും ഡെസ്കും കൊടുത്തവരാണല്ലോ നമ്മള്. ഇവർക്ക് വേണ്ടി 3 നേരം ഭക്ഷണം കൊടുത്തവരാണല്ലോ നമ്മള്. നമ്മളെ മകനെ പോലെ, നമ്മളെ അനുജനെ പോലെ, നമ്മളെ കൂടപ്പിറപ്പിനെ പോലെ പോറ്റി വളർത്തിക്കൊണ്ടുവരുന്ന ഈ നല്ല മുത്തഅല്ലിമീങ്ങളെ ആരാണെന്ന് പഠിക്കണ്ടേ? മഹാന്മാരായ അള്ളാന്റെ ലോകത്തെ മുഖറബീങ്ങളായ മലായികത്തീങ്ങൾ, അള്ളാന്റെ മലായികത്തീങ്ങൾ എത്രയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അവരാരാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലാ യഫ്അലൂന മാ അമറഹും ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹു തആല കൽപ്പിച്ചതിനെ അവർ എതിര് പ്രവർത്തിക്കില്ല. വയഫ്അലൂന മാ തുംബറൂൻ. അല്ലാഹു പറഞ്ഞത് മുഴുവനും അനുസരിക്കുന്നവരാണ്. പറ്റാത്തതൊന്നും ചെയ്യില്ല, നിഷേധിച്ചതൊന്നും ചെയ്യില്ല, വിരോധിച്ചതിന്റെ നാലേലത്ത് പോലും പോകില്ല. എല്ലാം പാടെ പിടിച്ച് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും അള്ളാന്റെ ലോകത്ത് ചെയ്യുന്നവരായ അള്ളാവിന്റെ നല്ലവരിൽ നല്ലവരായ അടിമകളാണ് മലായികത്തീങ്ങൾ. ആ മലായികത്തീങ്ങളുടെ ചിറകിന്റെ കീഴിൽ സന്തോഷത്തോടെ സുരക്ഷിതരായി ആളനെ പാളനെ ഏറ്റ് കഴിയുന്നവരാണ് മുത്തഅല്ലിമീങ്ങള്. ഷഫീഉനാ റസൂലുള്ളാഹ് فإن الملائكة لتضع أجنحتها لطالب العلم. പഠിക്കുന്ന മുതഅല്ലിമിന്, ദീൻ പഠിക്കുന്ന, മതം പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിമിന് അല്ലാഹുവിന്റെ മലായികത്തീങ്ങൾ പോലും ചിറക് താത്തി കൊടുക്കുന്നു. ജിബ്രീലിന്റെ ചിറകിന്റെ താഴെയാണവര്, മീകായിലിന്റെ ചിറകിന്റെ തണലേറ്റ് കഴിയുകയാണവര്. കോടാനക്കോടി മലായികത്തീങ്ങളുടെ ചിറകിന്റെ അടിയിൽ സുരക്ഷിതരാണ് ഈ മുതഅല്ലിമീങ്ങൾ. തള്ളക്കോഴി, ഉമ്മകോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ഏതുപോലെയാണോ തന്റെ ചിറകിന്റെ അടിയിൽ സംരക്ഷിക്കുന്നത്, ഏതുപോലെയാണോ തന്റെ കുഞ്ഞുങ്ങൾക്ക് ആ തള്ളക്കോഴി സുരക്ഷിതത്വം ഒരുക്കുന്നത്, ഏതുപോലെയാണോ തന്റെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, അതുപോലെ എല്ലാ നിലക്കും മലായികത്തീങ്ങളുടെ ചിറകിന്റെ അടിയിലായി അല്ലാഹു തആല സന്തോഷവും സുരക്ഷിതത്വവും സമാധാനവും എല്ലാം നൽകപ്പെട്ടവരാണ് ഈ മുതഅല്ലിമീങ്ങൾ. ചെറിയവരല്ല, അവർ ഇപ്പൊ സ്വർഗത്തിന്റെ വഴിയിലാ. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ ഇൽമിന്റെ വഴിയിൽ കടന്നുപോയാൽ, ഇൽമു പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയാൽ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അയാൾ സ്വർഗത്തിന്റെ വഴിയിലാണ്. സഹലല്ലാഹു തരീഖൽ ജന്ന. ഇൽമു പഠിക്കാൻ വേണ്ടി പോയവൻ അല്ലാഹു സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന്, സ്വർഗത്തിന്റെ വഴിയിൽ അയാളെ കടത്തിക്കൊണ്ടുപോകുമെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹ്. എന്തേ ഇത്ര കണ്ടവർക്ക് ബഹുമാനവും ശ്രദ്ധയും? നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരാണ്. വേണമെങ്കിൽ നമ്മളത്ര നല്ല എനർജിക്കൽ ആയിട്ടുള്ള ഫുഡ് കിട്ടാത്തവരുമാണ്. ഞമ്മ 24 മണിക്കൂറും ഡബ്ബിൽ പോയിട്ട് കൈയിട്ടിട്ടും പറഞ്ഞിക്ക് പോയിട്ട് കൈയിട്ടിട്ടും തിന്നുന്നല്ല പണി. ഇവർക്ക് അങ്ങനെ തിന്നാൻ ഡബ്ബിയുമില്ല, പറഞ്ഞില്ല, ഉള്ള പറഞ്ഞി കാലിയായി. വീടിപ്പോ അങ്ങനെ ഡബ്ബിക്ക് പോയിട്ട് കൈയിടാൻ എന്താവും? കിട്ടും തന്നെ പല ഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് പലരും ഇവിടെ തന്നിട്ടാണ് അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അല്ലേ? വേണ്ടതുപോലെയുള്ള ഒരു ഫുഡല്ല. എന്നാലും പഴയകാലം പോലെയല്ല. ഞങ്ങളെ പേടിച്ചു പോകുമ്പോഴാണ് സ്ഥലം പറഞ്ഞല്ലോ, പണ്ട് കാലത്തൊക്കെ ഒരു പായ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുവരണം പള്ളിക്ക്. എന്തേ? മയ്യത്തിനെ പൂഞ്ഞിട്ട് കെട്ടിയിട്ട് ഒരു പായ് കൊണ്ടുവരുമല്ല, അല്ലെങ്കിൽ ഒരു ചോന്ന ഒരു ഒല്ലി ഉണ്ടാവും ഒരു പള്ളിക്ക് ഒരുക്കുന്ന. അതിനെ മെല്ലെ കൈകീറ്റ് എടുത്തിട്ട് പിടിച്ചിട്ട് അതിനെ വിരിച്ചിട്ടും പോയിച്ചിട്ടുമാണ് അന്ന് ഉറങ്ങിനെ. ഇന്നങ്ങനത്തെ മയ്യത്തെ ഇല്ല എന്നല്ലേ? അല്ല, പായ് പോയിട്ട് അങ്ങനത്തെ മയ്യത്തെ വരുന്നില്ല, നമുക്ക് ഡൗട്ട്. പഴയ കാലം അങ്ങനെയായിരുന്നു. തലയണയില്ല. രാവിലത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ, രാവിലത്തെ ഒരു പ്രാതൽ കഴിക്കാൻ, രാവിലത്തെ ഒരു നാട്ടം കഴിക്കാൻ കുറെ കാലം പിന്നെയല്ല 6 കൊല്ലത്തോളം ബാവിക്കര മക്കാമിന്റെ പരിസരത്തുള്ള പള്ളിയിൽ നിന്ന് മുകളിലുള്ള നുസ്രത്തിലേക്ക് 2 കിലോമീറ്ററോളം 6 കൊല്ലത്തോളം നടന്നിട്ട് ചായ കുടിച്ചവരാണ് ഈ വിനീതനടക്കം. നല്ലോണം കഷ്ടപ്പെട്ട് നല്ല പറഞ്ഞേ. എന്നാലും പഴയ കാലത്തൊക്കെ അതൊരു സ്വാദായിരുന്നു, ഒരു റാഹത്തായിരുന്നു, അതിനൊരു ലദ്ദത്തുണ്ടായിരുന്നു, ക്ഷീണമില്ലായിരുന്നു. നോക്ക, ഇന്ന് പോയിട്ട് അങ്ങനെ വേയിച്ചിട്ട് വന്ന് പറഞ്ഞ നീ ആടെ പോയി ചാവടിച്ചിട്ട് വേണ്ട, തൊണ്ട ഡ്രൈ ഉണങ്ങി ഡിഷ് പേപ്പർ ഉണ്ടെങ്കിൽ നല്ലത്. അത് നിങ്ങൾ അല്ല ഓർ ആരെങ്കിലും സൗകര്യമാക്കും.
ഞാൻ പറഞ്ഞേ അതെ, പഴയ കാലത്തെ പോലെ തലേണയില്ല, ഒല്ലില്ല, പുതപ്പില്ല, ഒന്നുമില്ല. ഇല്ല, കറണ്ടില്ല. കൊതുകെല്ലാം വന്നെങ്കിലും സുബ്ഹാനല്ലാഹ് മൂട്ടയില്ല. മൂട്ടന്റെ പട, കൊതുന്റെ റാസി. ആ മൂട്ട ഞങ്ങളെ കടിച്ചിരി പിടിച്ചനെ കൊണ്ട് കൊതു എടുത്തോണ്ട് പോയിട്ടില്ല എന്ന് മാത്രം. ഇഷ്ടം പോലെ മൂട്ട കടിച്ചിരി പിടിച്ചതുകൊണ്ട് കൊതു കൊണ്ടുപോയിട്ടില്ല, അല്ലെങ്കിൽ പോയി ചാട്ടി. അന്ന് അങ്ങനെ. ഇന്ന് നോക്കാല കൊതുള്ള സ്ഥലത്ത് മുത്താലിങ്ങളെ കാണോ, സൗകര്യങ്ങളെ പക്ഷേ പഠിക്കാൻ ആളില്ല, പഠിപ്പിക്കാൻ ആളില്ല. പറയട്ടെ, മുത്തഅല്ലിമീങ്ങളെ പ്രചോദനം ചെയ്യുന്ന രക്ഷിതാക്കളെ, പഠിപ്പിക്കണമെന്ന മക്കളെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുള്ള ആഗ്രഹമുള്ള മാതാപിതാക്കളെ, നമ്മുടെ തലമുറ നല്ലവരാകണോ? പള്ളിപ്പറമ്പിൽ കിടക്കുന്ന നമ്മളെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്നവരാകണോ? യാസീൻ ഓതുന്നവരാകണോ? നാളെ പരലോകത്ത് കൈപിടിച്ച് ശുപാർശ ചെയ്ത് ശഫാഅത്ത് ചെയ്തിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാകണോ? അവരെ പഠിപ്പിച്ചോ, ദീന പഠിപ്പിച്ചോ. ദീൻ എന്ന് പറഞ്ഞാൽ കേവലം ദീന് മാത്രമല്ല. ഇന്നിപ്പോ അങ്ങനെ മാത്രമായിട്ട് ഇല്ല. മതവും ഭൗതികവും ദീനിന്റെ നിലപാടും അങ്ങനെയാണ്. കേവലം ദീനിയായ ഇൽമു മാത്രം പഠിക്കണമെന്നല്ല, ആവശ്യമുള്ള എല്ലാ അറിവ് പഠിക്കലും മുസ്ലിമിന് നിർബന്ധമാണ്, ഫർളാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമു പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ആവശ്യമുള്ളവർ ഇൽമ്, അത് ഭൗതികമാണെങ്കിലും ഒരാളെങ്കിലും പഠിച്ചിരിക്കണമെന്നതാണ് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും നിലപാടും. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുക, നേരത്തെ ഉസ്താദ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ശൈഖുന അബൂബക്കർ ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, ഉറുദു പ്രഭാഷണങ്ങളും കഥകളും കവിതകളും ഖവാലികളൊക്കെ ആവശ്യം തന്നെയാണ്. ഈ മക്കളെ നാളെ ഡോക്ടർമാരാണ്, ഈ മക്കളെ നാളെ എഞ്ചിനീയർമാരാണ്, ഈ മക്കളെ നാളെ കലക്ടർമാരാണ്, ഈ മക്കളെ നാളെ മതം പഠിച്ച ഡോക്ടർമാരാണ്, കേവലം ഡോക്ടർമാരല്ല. ഈ മക്കളെ നാളെ ആലിമീങ്ങളായ വക്കീലുമാരാണ്, ഈ മക്കളെ നാളെ ആലിമീങ്ങളായ പിന്നെ ജില്ലാധികാരികളാണ്, കലക്ടർമാരാണ്. എല്ലാത്തിനേക്കാളുപരി ഈ മക്കളെ നാളെ അലിമീങ്ങളാണ്. ഏറ്റവും പുരുഷയാക്കപ്പെട്ട ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം നീക്കി വെക്കപ്പെട്ട കൗമ. അള്ളാന്റെ ലോകത്ത് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണുന്ന മലായികത്തീങ്ങളാണ് മുത്തഅല്ലിമീങ്ങള്. മനുഷ്യരുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട്, എന്റെയും നിങ്ങളുടെയും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അഗോചര സൃഷ്ടികളാണ്, അഭൗതിക സൃഷ്ടികളാണ്, അദൃശ്യ സൃഷ്ടികളാണ്, അന്യഗ്രഹ ജീവികളാണ് മലായികത്തീങ്ങൾ. കാണാൻ കഴിയുന്നില്ല, കാണാൻ വയ്യ. സാധാരണക്കാർക്ക് എന്തു കാണാൻ കഴിയില്ല. കാണാൻ പറ്റുന്ന മഹാന്മാരുണ്ട്, അത് വേറെ. സാധാരണഗതിയിൽ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ് അത്ഭുത സൃഷ്ടികളായ മലായികത്തീങ്ങൾ. എന്നാൽ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യരുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കൂട്ടം മലായികത്തീങ്ങൾ ഭൂമിയിലുണ്ട്. എന്റെയും നിങ്ങളുടെയും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മലായികത്തീങ്ങള് ആരറിയുമോ? അവരാണ് മുത്തഅല്ലിമീങ്ങള്. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന മുത്തഅല്ലിമ പള്ളിന്റെ ഖബർസ്ഥാനിലൂടെ, അതെ, ഖബറടക്കപ്പെട്ട ഖബർസ്ഥാനിലൂടെ, ശ്മശാനത്തിലൂടെ നടന്നുപോയപ്പോ, മുത്തഅല്ലിമ നടന്നുപോയപ്പോ അവിടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഖബറാളിയുടെ, അതല്ലെങ്കിൽ ഒന്നിലേറെ ഖബറാളികളുടെ അദാബ്, ശിക്ഷ അല്ലാഹു മാറ്റിക്കൊടുത്തു. കാരണം എന്തറിയോ? ആ ഖബർസ്ഥാനിലൂടെ ഒരു മുത്തഅല്ലിമ നടന്നുപോയതാണ്. ഒരു മുത്തഅല്ലിമ് ഒന്ന് പാസ്സായപ്പോ അവിടെ അദാബ് ഏറ്റുകൊണ്ടിരുന്ന ഖബറാളിയുടെ അദാബ് അല്ലാഹു തആല നീക്കിക്കൊടുത്തു. അതാണ് മുത്തഅല്ലിമീങ്ങൾ. അല്ല ഉസ്താദേ, ആ കടവ് ഭയങ്കര കുരുത്തക്കേടല്ല? കുരുത്തക്കേട് മനുഷ്യനല്ലേ, മനുഷ്യനാണല്ലോ, കുരുത്തക്കേട് കാണും. ഇങ്ങനത്തെ വിചാരിച്ച ചിലയിടത്തൊക്കെ അങ്ങനെ തരുന്നുണ്ട്. മുത്തഅല്ലിമായ പള്ളിന്റെ ഉസ്താദായ അയാൾ പിന്നെ ക്രിക്കറ്റ് കളിക്കൽ ബന്ധോഷം, സബൂൽ മുബൈ കത്തിൽപ്പെട്ടത്, പിന്നെ ബൈക്കിൽ പോലെ അത് ഭയങ്കരമാക്കപ്പെട്ട ഹറാം. ചെറിയ ഹറാമല്ല,
ഇപ്പൊ കുറച്ചെല്ലാം മാറി. ഇപ്പൊ മനുഷ്യൻ തലക്ക് ബുദ്ധിയെല്ലാം കുറച്ച് ഗട്ടിയായി തോന്നുന്നു. 4G കാലമല്ലേ. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിന്, മൗലവിമാർ ബൈക്ക് വാങ്ങരുത്, അയാൾ കളിക്കരുത്, അയാൾ കുളിക്കരുത്. എങ്ങനെ കുളിക്കരുത്? അയാൾ കുളത്തിൽ നീന്തിട്ട് കുളിക്കരുത്, അല്ലാണ്ട് കുളിച്ചോളാം. കുളിച്ചെങ്ങ് തെറ്റ്, അയാൾ പോയെങ്ങ് തെറ്റ്, അയാൾ പീടക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കേക്ക എന്തെങ്കിലും മേങ്ങെങ്ങ് തെറ്റ്. മുത്താലിമ് പോയി. സത്യത്തിൽ അവർ മനുഷ്യരല്ലേ? നമ്മളെ പോലെയുള്ള മനുഷ്യരല്ലേ? അല്ലേ? അവർക്ക് മനുഷ്യരായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും കാണും. അത് ഇന്നാണ് കൂട്ടരെ, നാളെ ഉണ്ടാവില്ല, നാളെ കാണില്ല. നാളെ അവർ ഈ ദീനിന്റെ നേതാക്കളാണ്, സമുദായത്തിന്റെ നേതാക്കളാണ്. ബഹുമാനപ്പെട്ട മമ്പ്രാണ ഉസ്താദ് അവറുകളും ശൈഖുന മമ്പ്രാണ ഉസ്താദ് അവറുകളും അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടുകാരനാ, നമ്മുടെ ജില്ലക്കാരനാ. എല്ലാത്തിനെക്കാളുപരി നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ വലിയവരായ ഗുരുവാണ്. ആ മഹാനുഭാവനും ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ചെറിയ മുതഅല്ലിമായി മഹാനരായ ഇൽമിന്റെ കോട്ടയെന്ന് ശംസുൽ മതങ്ങൾ വിശേഷിപ്പിച്ച കോട്ട ഉസ്താദിന്റെ അടുക്ക ഓതിപ്പിടിച്ച മുതഅല്ലിമാണ് മഹാനരായ ഗുരുവര്യർ. നമ്മുടെ സിൽസിലയിലെ, നമ്മുടെ സനദിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരായ ശൈഖുന ഖാസിം ഉസ്താദിന്റെ അടുക്കൽ പഠിച്ച മുതഅല്ലിമായിരുന്നു ഇവരെ പോലെ. ഇന്ന് വലിയവരാണ്, സമസ്തയുടെ കേന്ദ്ര മുശാവർ അംഗമാണ്. അല്ലാഹു ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ, ആരോഗ്യമേറ്റി കൊടുക്കട്ടെ. ഇതുപോലെ ഈ മുതഅല്ലിമീങ്ങൾ ആരാകും എന്താകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാളെ അവർ സമുദായത്തിന്റെ നേതാക്കളാണ്, ഒരു മഹല്ലത്തിന്റെ ഖാലിയാണ്, ഏതോ ഒരു മഹല്ലത്തിന്റെ ഖതീബാണ്, നല്ല വായിലാണ്, നല്ല പ്രഭാഷകരാണ്. എല്ലാത്തിനേക്കാളുപരി ഇന്ന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ നല്ലവനായ ഇൽമു പഠിച്ച ഡോക്ടറാണ്, ഇൽമു പഠിച്ച വക്കീലാണ്, ഇൽമു പഠിച്ച ആലിമായ പോലീസാണ്. ഇനി അങ്ങനത്തെ പോലീസ് തന്നെ പോണം. ഈ കൊറോണ കാലത്ത് വരുന്ന പോലീസുകാരെ കളി കാണുമ്പോ ബേജാറായിക്കട്ടെ. എന്തൊരു സംഭവം, അവർ പഠിച്ചിന് ഇൽമു പഠിച്ചിട്ട്, അതാണ് അങ്ങനെ പൊട്ടിനാടി. അതിനാ പറയുന്ന ഇൽമു പഠിച്ച പോലീസായെങ്കിൽ അടിക്കൊരു ഷർത്തും പുറലെല്ലാം ഉണ്ടാവും അല്ലോ സാർ, അല്ലേ? ഈ പറ്റാത്ത സമയമെല്ലാം നോക്കിയിട്ട് ഇപ്പൊ നിസ്കരിക്കാൻ പറ്റാത്ത സമയമില്ല, ഉംദലെല്ലാം പഠിപ്പിക്കുന്നു, 10 മില്ലെല്ലാം ഉണ്ട്. അതേപോലെ അടിക്കാൻ പറ്റാത്ത സമയമെല്ലാം നോക്കിയിട്ട് അവർ കെയർഫുൾ ആക്കിയിട്ട് ജാഗ്രത ആക്കിയിട്ടേ കൈകാര്യം ചെയ്യൂ. അങ്ങനെയുള്ള പോലീസുകാർ ഉണ്ടാകണമെങ്കിൽ ദീന് പഠിച്ച പോലീസുകാരാകണം, മതമറിഞ്ഞ പോലീസുകാരാകണം. അതാണ് ഇന്നത്തെ ഈ മതഭൗതിക വിദ്യാഭ്യാസ സമന്വയം പഠിപ്പിക്കപ്പെടുന്നത്. സമന്വയ വിദ്യാഭ്യാസം അല്ലേ, ജൻടി വിദ്യാഭ്യാസം. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ KIC-യില് വാഫി കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. നമ്മുടെ അൽഹംദുലില്ലാഹ് വലിയവരായ കൗസരികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട അനീസ് കൗസരി ഉസ്താദിനെ പോലെയുള്ള വലിയവരായ നമ്മുടെ നേതാക്കൾ നമ്മുടെ ഈ കോളേജിന്റെ സംഭാവനകളാണ്, ഈ നാടിന്റെ വലിയ സമ്പത്താണ്, നമ്മുടെ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. നമ്മുടെ രക്ഷിതാക്കൾ പോറ്റി വളർത്തിക്കൊണ്ടുവന്ന പൊന്നോമന മക്കളാണ്. ഇന്നവർ സമുദായത്തിന്റെ വലിയ നേതാക്കളാണ്. ഈ സമാജത്തിന്റെ വലിയ നേതാക്കളും നാളെയുടെ വലിയ പ്രതീക്ഷകളുമാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു അവരുടെ കഴിവ് ഏറ്റു കൊടുക്കട്ടെ. അവരുടെ നേതൃത്വത്തിൽ അല്ലാഹു ബർക്കത്തും സമൃദ്ധിയും സിയാദത്തും നൽകട്ടെ. അവരെല്ലാം നമ്മുടെ വലിയ പ്രതീക്ഷകളാണ്. അതുപോലെ അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് നമ്മുടെ നല്ലവരായ മുതഅല്ലിമീങ്ങള്. ഇന്നിപ്പോ മുത്തഅല്ലിമീങ്ങൾക്ക് എല്ലാ സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി പഠിക്കണം. നാളെയുടെ നല്ലൊരു മുത്തഅല്ലിമായി ആലിമായി നിങ്ങൾ വളർന്നു വരണം. സൗകര്യങ്ങളുടെ ഒരു കുറവും ഇപ്പൊ പറയാനില്ല. ഇപ്പൊ തലങ്ങണി ഒന്നൊന്നും അല്ല, ഇഷ്ടം പോലെ. പണ്ട് ഒരു തലങ്ങണി കിട്ടാൻ എന്നെ കുറെ അപ്പുറപ്പുറം ഗഡിപിടിയല്ല അതിന് പറഞ്ഞു. പള്ളിന്റെ ഉള്ളിൽ ഒരു 35 ആൾക്ക് ഒരു തലങ്ങണി, അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒന്നും പിടിയും തല്ലല്ല. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് ഒരു തലങ്ങണി മുത്തഅല്ലിമിന് കൊടുത്തിട്ടാകുമ്പോ അവൻ പറഞ്ഞെന്തറിയോ, നിങ്ങളല്ല നിങ്ങൾ ബേജാറരുത, ഈ മുത്തഅല്ലിങ്ങളല്ല. ചിലയിടത്തെല്ലാം ഒരു മുത്തഅല്ലിമിന് തലങ്ങണി കൊടുത്തിട്ട് പറഞ്ഞല്ലോ, അരന്റെ ഉടക്ക് പൊക്കെ ഒരു വേണ്ടി തലങ്ങണി വേണോ കൊടുക്കോക്കനി ഓന്ത് മലക്കനടുത്ത് ടീം നോക്കണേ. സൗകര്യം പോരാ, എനും പോരാ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈടെ സൗകര്യത്തിന് കുറെ കുറവുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇവിടെ ഡെസ്കിന് കുറവുണ്ട്, ബെഞ്ചിന് കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള സൗകര്യം ആവശ്യന്നെയാണ്. അത് തെറ്റെന്നല്ല പറഞ്ഞേ, അത് ആവശ്യപ്പെടേണ്ടതുമാണ്. ഇത് നടുലൊക്കെ വെക്കുമ്പോണോ കാൾക്ക് വെക്കുമ്പോണോ അല്ലെങ്കിൽ നല്ല കഥ അല്ലേ. ഏതോ ഒരു ഉസ്താദ് ദർസ് നിർത്തി, അയാൾ പറഞ്ഞാണ് എന്നോട്, എന്റെ കാരണം നിങ്ങൾ വലിയ തഹക്കീക്കുള്ളൊരു മുദ്രിസാണ് അയാൾ, കുറച്ചൊക്കെ നല്ല മലക്കുണ്ട് കിതാബില്. അങ്ങനെയുള്ള ഒരാൾ ദർസ് നിർത്തിയിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് നമുക്ക് കട്ടില് കാളും ഇല്ല എന്തുമില്ല, ഇത് മുത്താലിമിന് തലകണി ഒന്നും മതിയാകുന്നു. മുഞ്ഞാന്ന് മുത്താലും അരൻ്റെ ഉടക്കൊക്കെ തലകണി കേട്ടു. ഞാൻ അപ്പോഴും നീയത്താക്കി ഈ റമദാനോടുകൂടി എല്ലാ തലകണി ഊരുന്നേ ഊരിറ്റേ പോയ
അങ്ങനെ ഉള്ള സൗകര്യങ്ങൾ പൊരുത്തപ്പെടുക. ഞാൻ ഇത് ചിരിക്കാൻ പറഞ്ഞല്ല, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിരിച്ചങ്ങ് മോശമില്ല, കരിഞ്ഞങ്ങ് മോശമില്ല, തുള്ളിയങ്ങ് മോശമില്ല. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നിനക്ക് അല്ലാഹു തആല തന്ന സൗകര്യങ്ങള്, സൗലഭ്യങ്ങള്, സൗളത്തുകള്, അതിൽ നീ നല്ലോണം പൊരുത്തപ്പെട്ടിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞോ. അവിടെ നിന്നോ, അവിടെ നിന്നോ, അവിടെ സായുജ്യമടഞ്ഞോ, അവിടെ സംതൃപ്തി അടഞ്ഞോ. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ സൗകര്യം ലഭിച്ച സമ്പന്നൻ നീയാണ്. എല്ലാം കൊണ്ടും റാഹത്തുള്ള സമ്പന്നൻ നീയാണ്. എല്ലാം നൽകപ്പെട്ട ബടാ ശ്രീമന്ത നീയാണ്. എപ്പോഴറിയോ? അല്ല തന്നല് പൊരുത്തപ്പെട്ട് കഴിഞ്ഞോളണം. ഇല്ലല്ല പാട്ട് പാടാൻ നിൽക്കണ്ട. എത്ര കിട്ടിയെങ്കിലും ഇല്ല 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 എന്നിങ്ങനെയുള്ള പാട്ട് പാടുന്നത് ശരിയല്ല. എല്ലാം തന്നത് റബ്ബാണ്. ഓരോരുത്തർക്ക് എത്ര കൊടുക്കണം, എത്ര കിട്ടണമെന്ന് അവന് നന്നായിട്ടറിയാം. ആ സൗകര്യങ്ങള്, ആനുകൂല്യങ്ങള്, അനുഗ്രഹങ്ങള്, നിയമത്തുകള് അതൊക്കെയും പൂർണ്ണമായും സ്വീകരിച്ച് പൊരുത്തപ്പെട്ട് സംതൃപ്തിയോടെ ജീവിച്ചോ. എന്നാൽ ഈ ഭൂമി ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ പണക്കാരൻ നീയാണെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹ്. മഹാന്മാരുടെ ചരിത്രമൊക്കെ പഠിച്ചു നോക്കിയാലോ. ഇനിയിപ്പോ ഫോണല്ല മുത്താലിമിന്റെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ കാണും. ചില പള്ളിയിൽ സബക്കിന്റെ നേരത്തെ അലൗഡ് ഇല്ല, ചില ദർസുകളിൽ സബക്കിന്റെ നേരത്തെ അലൗഡ് ഇല്ല, പക്ഷെ ബാക്കിയുള്ള സമയത്തൊക്കെ സമ്മതിയാണ്. ചില ദർസുകളിൽ ആ കമ്പൗണ്ടിലേക്ക് സമ്മതിയില്ല. അങ്ങനൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. ഏതായാലും മൊബൈലുണ്ട് അപ്പുറം ഇപ്പുറം. അതിപ്പോ ആവശ്യമാണ്. ഞാൻ അത് പാടെ എതിർക്കുന്നൊന്നുമില്ല. നമ്മൾ എന്റെ ചെറുപ്പം നമുക്ക് തന്നെ വലിയൊരു വയസ്സൊന്നും അല്ലല്ലോ, നമുക്ക് തന്നെ വലിയൊരു വയസ്സൊന്നും അല്ലല്ലോ. ഈ ആഗസ്റ്റ് വന്നപ്പോ 40 ആയി. ആ കൃത്യം പറഞ്ഞാൽ 40. ഉപ്പ കൊടുത്ത കണക്കനുസരിച്ച് 37 ആയിട്ടില്ല. പിന്നെയും ഇതിനുണ്ട് 3 കൊല്ലം. ഞാൻ പിന്നെ കുറച്ച് ഈലെന്നെ പിടിച്ചു. കുറഞ്ഞതുകൊണ്ട് പിടിക്കണം എന്നാണ് മസാല. ഞാൻ ഏറിയതുകൊണ്ട് പിടിച്ചു. അപ്പൊ ഞാൻ എന്നെ പഠിക്കുന്ന സമയത്ത് പിന്നെ മൊബൈലും ഇല്ല, എന്തും ഇല്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ലീവ് കിട്ടി, നാട്ടിലേക്ക് വന്നു. വ്യാഴാഴ്ച ലീവ് കിട്ടി, ഞാൻ നാട്ടിലേക്ക് വന്നു. ഒരേ ബസ്, ഭാവിക്കിരുന്ന കാസർഗോട്ടേക്ക് ഒരേ ബസ്, 2 നേരം. അങ്ങനെ നാട്ടിലേക്ക് വന്ന് നാട്ടക്കല്ലി ഇറങ്ങിയിട്ട് ഏകദേശം നടന്നിട്ട് പുരണ്ടടക്ക് എത്തുമ്പോഴാണ് എന്റെ അനുജനെ കാണുന്നത്. അവനും മരണപ്പെട്ടു. അല്ലാഹു പരലോകം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. അനുജനെ കണ്ടപാട് എന്നോട് പറഞ്ഞു, പിന്നെ എന്താ റാഹത്തല്ലേ? അപ്പൊ 12-13 വയസ്സ്. റാഹത്ത്. ഉമ്മ എന്താക്കുന്നത്? ഞാൻ എത്തുന്ന പിന്നെ ഒരു ചോദ്യമാണല്ലോ. എത്താനായി, പള്ളിനടക്ക് എത്താനായി, പരണ്ടടക്ക് എത്താനായി. അപ്പൊ അതിന്റെ ഇടയിലെ ഒരു ചോദ്യം അനുജനോട്, ഉമ്മ എന്താക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഉമ്മ പെറ്റിട്ട് കിടന്നതിന്. ഉമ്മ പെറ്റിന്, ഉമ്മ കിടവ് മരിച്ചിന് 3 നാളായി. അറിഞ്ഞിട്ടേ ഇല്ല. അറിയാനുള്ള സംവിധാനങ്ങളില്ല. ഉമ്മ പ്രസവിച്ചതറിയില്ല. പ്രസവിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞു മരണപ്പെട്ടതറിയില്ല. കുഞ്ഞു മരിച്ചിട്ട് 3 ദിവസമായി, അതറിയില്ല. അത് അറിയിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഇതറിഞ്ഞിട്ടൊന്നും ഞാൻ വന്നേയല്ല. അല്ലാഹു തആല നമ്മുടെ ഉമ്മ വാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ആഖിറം അല്ലാഹു സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെയും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഇൽമു പഠിക്കുമ്പോൾ കുറച്ചൊക്കെ സൗകര്യങ്ങൾ കുറയും. ഞാൻ നിങ്ങൾക്ക് സൗകര്യം തീരെ തരുന്നില്ല എന്നല്ല, അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ എല്ലാം കൊണ്ട് സൗകര്യമാണ്. ഇൽമിന്റെ വില അറിഞ്ഞാൽ, ഇൽമുമായി ബന്ധപ്പെടുന്നതിന്റെ ശ്രേഷ്ഠതയും മഹത്വങ്ങളും അറിഞ്ഞാൽ എന്ത് ത്യാഗം ചെയ്തിട്ടത് പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾ റെഡിയാവണം. ഇൽമിന്റെ മഹത്വം അറിയണം. നിങ്ങൾ നോക്കൂ, മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി തങ്ങളുടെ ഗുരുവാണ്. മഹാനരായ പണ്ഡിതനാണ്. ഇമാമു ദാരിൽ ഹിജ്റ, മദീനയുടെ ഇമാം എന്ന പരാഭിനാമത്തിൽ അറിയപ്പെട്ട. മദീനയിൽ ഒരു ആലിമ വരും, അയാളെ തേടിയിട്ട് എല്ലാവരും മദീനയിലേക്ക് ഒഴുകും എന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി തങ്ങളുടെ ഗുരുവര്യരാണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ദർസിൽ പഠിച്ചവരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ജനിച്ചു, 204 മരണപ്പെട്ടു.
അല്ലേ? നമ്മുടെ ഇമാമാണ്. 150 ജനിച്ചു, 204 മരണപ്പെട്ടു. എന്നാൽ ഇമാം ഷാഫി തങ്ങളെ കൂടെ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ദർസിൽ പഠിച്ച മുതഅല്ലിമാണ്. ആര്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം 150 ജനിച്ച് 214 മരണപ്പെട്ടു. ഇമാം ഷാഫി തങ്ങൾ 150 ജനിച്ചു, ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. ഈ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം 105 ജനിച്ചു, 214 മരണപ്പെട്ടു. ഇമാം ഷാഫി തങ്ങളെ ക്ലാസ്മേറ്റ് ആണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ശിഷ്യനാണ്. പ്രമുഖനായ പണ്ഡിതനാണ്. ചരിത്രത്തിന്റെ കിതാബുകളിൽ വാഴ്ത്തപ്പെട്ട മഹാനരാണ്. പ്രഗൽഭനായ ഇമാമാണ്. ഇമാം ഷാഫി തങ്ങളെ കാലക്കാരനും ഇമാം ഷാഫി തങ്ങളെ കൂട്ടുകാരനുമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് നല്ലോണം ത്യാഗം ചെയ്ത ചരിത്രം കേട്ടെങ്കിൽ ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും സുബ്ഹാനല്ലാഹ് ചെറിയ കാര്യമല്ല. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞല്ല, അവരുടെ ചരിത്രമെല്ലാം നീണ്ടുപോയതാ, നീണ്ട കഥകളാണ്. അതൊന്നും ഇവിടെ പറയാൻ സമയമില്ല. മുസ്തഫായ നബി തങ്ങൾ എന്നോടും നിങ്ങളോടും ലോകത്തുള്ള എല്ലാവരോടും പറഞ്ഞു, കുന്നാലിമാ ഔ മുതഅല്ലിമാ ഔ മുസ്തമിആ ഔ മുഹിബ്ബാ വലാ തകുൻ ഖാമിസാ. നീ ഒരാലിമാകണോ, നല്ലവനായ മതം പഠിച്ചവരാലിമാകണോ, അല്ലെങ്കിൽ നീ 1.5 കിലോ ദീന് പഠിക്കുന്ന വിദ്യാർത്ഥിയാകണോ, മുതഅല്ലിമാകണോ, ഔ മുസ്തമിആ, അല്ലെങ്കിൽ ആലിമും മുതഅല്ലിമും പറയുന്നത് കേൾക്കുന്നവനാകണം. ഈ ഹദീസ് വ്യാഖ്യാനിച്ച മഹാന്മാർ പറഞ്ഞത് എങ്ങനെയാണ്? ആലിമും മുതഅല്ലിമും പറയുന്ന നല്ല കാര്യം കേൾക്കുന്നവനാകണോ, ഔ മുഹിബ്ബാ, ഇനി കേൾക്കാനുള്ള അവസരം നിനക്കില്ല, അവരെ വാല് കേൾക്കാൻ നിനക്ക് സമയം മതിയാകുന്നില്ല, അവരെ പോലെ പഠിച്ചിട്ട് ഒരു ആലിമാവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പഠിക്കുന്നവര് മുതഅല്ലിമാവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ക്ലാസ്സുകളോ പഠനങ്ങളോ വാലുകളോ കേൾക്കാനും നിനക്ക് സൗകര്യം കിട്ടിയില്ല, അവരെ വെറുത്തിട്ടല്ല, സൗകര്യം കിട്ടിയില്ല. എന്നാൽ ഔ മുഹിബ്ബാ, ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും പിരിശം വെക്കുന്നവനാകണോ, ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും പിരിശം വെക്കുന്നവനാണോ? ആര്? ഒന്നെങ്കിലും ആലിമാവണം, അല്ലെങ്കിൽ മുതഅല്ലിമാകണം. നബി തങ്ങൾ ഹദീസാ. ചിലർക്ക് അതിന് രണ്ടിനും അവസരം കിട്ടിയില്ല. എന്നാൽ ഔ മുസ്തമിആ, നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുന്നവനാകണോ, അവർ പറയുന്നത് കേൾക്കുന്നവനാകണോ. ഇനി അതിനും അവസരമില്ലെങ്കിൽ ഔ മുഹിബ്ബാ, നിങ്ങൾ അവരെ പിരിശം വെക്കണേ, അവരെ സ്നേഹിക്കുന്നവരാകണം. ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും ചീത്ത പറയുന്നവനാകരുത്, അവരെ ആക്ഷേപിക്കുന്നവനാകരുത്, അവർക്ക് പാരവെക്കുന്നവനാകരുത്, അവരോട് നഞ്ചികാറുന്നവനാകരുത്, അവരെ കുറ്റം എണ്ണി നോക്കി നടക്കുന്നവനാകരുത്, അവരെ കുന്തുകുറത്ത മാത്രം നോക്കാൻ വേണ്ടിയിട്ട് പള്ളിക്ക് വരരുത്. മുസ്തഫായ റസൂലുള്ളാഹി അവർക്ക് പറ, നല്ലൊരു മജ്ലിസാണല്ലോ, സലാത്തു ആമീനൊന്നും ഒരു ജിഗറില്ല. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്ന മജ്ലിസ് നാറ്റമുള്ള മജ്ലിസാണ്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്ന മജ്ലിസ് ദുർഗന്ധമുള്ള, ദുർവാസനയുള്ള, നാറ്റമുള്ള, വെറുക്കപ്പെട്ട മജ്ലിസാണ്. ഹബീബുന റസൂലുള്ളാഹി അങ്ങനെയുള്ള മജ്ലിസാകരുത് ഇത്. നീ ഒന്നെങ്കിലും ആലിമാകണം, അല്ലെങ്കിൽ മുതഅല്ലിമാകണം, അല്ലെങ്കിൽ അവരെ കേൾക്കുന്നവനാകണം, അല്ലെങ്കിൽ അവരെ പിരിശം വെക്കുന്നവനാകണം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവനാകണം, അവരെ സമാധാനിപ്പിക്കുന്നവനാകണം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവനാകണം, അവർക്ക് ഉത്തേജന കൊടുക്കുന്നവനാകണം, അവർക്ക് എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുന്നവനാകണം. വലാ തകുൻ ഖാമിസാ,
നീയതാ അവരെ എതിർക്കുന്നവനാവല്ലേ, അവരെ ആക്ഷേപിക്കുന്നവനാവല്ലേ, അവരെ കുറ്റപ്പെടുത്തുന്നവനാവല്ലേ. ഹബീബുൽ വറാ റസൂലുള്ളാഹ് ഒരു ദിവസം പകല് മുഴുവനും സുന്നത്ത് നോമ്പ് നോക്കുന്നതിനേക്കാളും രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അല്ലാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട അമലാണ് ഈ ഒരു അമല്. 1 മണിക്കൂറിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമല്. മഹാനായ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം റളിയല്ലാഹു അൻഹു. ആരാണ് അയാൾ? ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ശിഷ്യനാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ക്ലാസ്മേറ്റ്, കൂട്ടുകാരാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം റളിയല്ലാഹു അൻഹു 150 ജനിച്ചു. ഇമാം ഷാഫി തങ്ങൾ ജനിച്ചതുപോലെ 150 ജനിച്ചു. 10 കൊല്ലം ഏറെ ജീവിച്ചു 114 ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം റളിയല്ലാഹു അൻഹു. മഹാനവർ ഒരു ദിവസം ബാങ്ക് കൊടുത്തു, ളുഹ്ർ ബാങ്ക് കൊടുത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് എടുക്കുകയാണ്. ദർസെല്ലാം കഴിഞ്ഞ് മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പുറപ്പുറം പരസ്പരം അർത്ഥം വെച്ചിട്ടും ചൊല്ലിക്കൊടുത്തിട്ടും ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു. ളുഹ്റിന്റെ സമയമായി. ളുഹ്റിന്റെ ബാങ്ക് കൊടുത്ത പാട് ഇമാം അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തറിയോ? കിതാബ് മടക്കി വെച്ചിട്ട് അവിടുന്ന് ഒളു എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിസ്കരിക്കുക. അവ്വൽ വക്തിൽ തന്നെ നിസ്കരിക്കണമല്ലോ അല്ലേ? ഏത് സമ്മേളനം ഉണ്ടെങ്കിലും, ഏത് മജ്ലിസ് ഉണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും അവ്വൽ വക്ത് വിട്ടിട്ട് കളിയില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഏതായാലും ഇപ്പൊ തുടങ്ങാം, നിസ്കാരം പിന്നാക്കുന്ന വിഷയമൊന്നുമില്ല, നീ വേണമെങ്കിൽ പിന്നെ വാ. അതിന്റെ അർത്ഥം ബാങ്ക് കൊടുത്ത പാടന്നെ നിസ്കരിക്കണമെന്നല്ല. ഏറ്റവും ചുരുങ്ങിയത് അവ്വൽ വക്ത് എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 15 മിനിറ്റെങ്കിലും കഴിഞ്ഞിരിക്കണമെന്നാണ് ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഫയുടെ ആശയിൽ ബാബുൽ അദാനിന്റെ ഭാഗത്ത് അവസാന പേജിൽ 1 പേജോളം വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇടണ്ടല്ലോ തുഫയുടെ ഷർവാനി ഇല്ലേ, ഒന്ന് നോക്കി അവിടെ കാണും. എന്നിട്ട് മഹാനായ ഇമാം ഷർവാനി തങ്ങൾ പറയുന്നുണ്ട്, ഹാദാ ഖുലാസത്തു മാ ഫി തുഫത്തി വൻ നിഹായത്തി വൽ മുഗ്നി വൽ അസ്ന